വെൽക്കം ടു സ്റ്റഡി ബോർഡ്. അപ്പോൾ നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ തേർഡ് ചാപ്റ്റർ. അതിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലായിരുന്നു നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇനി നോക്കാനായിട്ട് പോകുന്നത് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ആണ്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൻ്റെ ഇക്വേഷൻസൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൽ റിഡീമബിൾ ഡെപ്റ്റും ഇർറിഡീമബിൾ ഡെപ്റ്റും രണ്ട് തരം ഉണ്ടായിരുന്നു. രണ്ടിനും രണ്ട് തരം ഇക്വേഷൻസ് ആയിരുന്നു. അതിൽ ടാക്സ് അടയ്ക്കുന്നതും അല്ലെങ്കിൽ ടാക്സ് റേറ്റ് തന്നാലുള്ള ഇക്വേഷൻ വേറെയായിരുന്നു. ടാക്സ് റേറ്റ് തരാതിരുന്നാൽ അതിൻ്റെ ഇക്വേഷൻ മറ്റൊന്നായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ അത് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയാണ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രിഫറൻസ് ഷെയർ എന്താണെന്നുള്ളത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ എന്താണ് പ്രിഫറൻസ് ഷെയറുകൾ എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ പ്രിഫറൻസ് ഷെയർസ് ക്യാരി എ ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻറ്റ്, ഒരു നിശ്ചിത റേറ്റ് ഓഫ് ഡിവിഡൻറ്റ്. അപ്പോൾ ഒരു ഇൻട്രസ്റ്റിൻ്റെ അതേ സ്വഭാവമാണ് എന്തിലുള്ളത്, പ്രിഫറൻസ് ഷെയർസിലുള്ളത്. ഓക്കെ, അപ്പോൾ അതൊരു ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻ്റ് ആണ് അത് എപ്പോഴും പ്രൊവൈഡ് ചെയ്യുക. ഇറ്റ് ഈസ് പെയ്ഡ് ബിഫോർ ഇക്വിറ്റി ഡിവിഡൻറ്റ് ഈസ് പെയ്ഡ്. ഇക്വിറ്റി ഷെയറിന് ഡിവിഡൻറ്റ് കൊടുക്കുന്നതിന് മുൻപായിട്ട് പ്രിഫറൻസ് ഷെയർസിൻ്റെ ഡിവിഡൻറ്റ് എന്താണ് കമ്പനി കൊടുത്തൊഴിവാക്കുകയും ചെയ്യും. The rate of dividend is determined at the time of issue. റേറ്റ് ഓഫ് ഡിവിഡൻറ്റ് എന്താണ്, അതിൻ്റെ ഇഷ്യൂ ചെയ്യുന്ന നേരത്തെ തന്നെ എത്ര റേറ്റ്. അപ്പോൾ ഒരു ഞാൻ പറഞ്ഞില്ല ഇൻട്രസ്റ്റിൻ്റെ അതേ നേച്ചറാണ് പ്രിഫറൻസ് ഷെയറിൻ്റെ ഡിവിഡൻറ്റിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ദ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ ഇസ് ദ ഡിവിഡൻറ്റ് എക്സ്പെക്റ്റഡ് ബൈ ദ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ അതിൽ റിഡീമബിളും ഇറിഡീമബിൾ പ്രിഫറൻസ് ഷെയറിൻ്റെ ഡിവിഡൻറ്റ് നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഫസ്റ്റ് വരുന്നത് ആദ്യമായിട്ട് വരുന്നത് കോസ്റ്റ് ഓഫ് ഇർറിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആണ്. അതായത് ഒരു നിശ്ചിത കാലാവധി ഇല്ലാത്ത മെച്യൂരിറ്റി ഇല്ലാത്ത കമ്പനി എത്ര കാലം പോകുന്നു അത്ര കാലം നീണ്ടു നിൽക്കുന്ന പ്രിഫറൻസ് ഷെയറുകൾ. കമ്പനി അടച്ചുപൂട്ടുന്ന നേരത്തെ മാത്രമേ ആ പ്രിഫറൻസ് ഷെയറുകൾ റിഡംഷൻ നടക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് അത് വരുന്നത്. അപ്പോൾ അത് KP is equal to dividend of preference share divided by net proceeds into 100. അപ്പോൾ ഇവിടെ KP എന്ന് വെച്ചാൽ എന്താണ്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലാണ്. DP എന്ന് വെച്ചാൽ പ്രിഫറൻസ് ഷെയറിന് നമുക്ക് കിട്ടുന്ന ഡിവിഡൻ്റ് ആണ്. NP എന്ന് വെച്ചാൽ നെറ്റ് പ്രൊസീഡ്സ് ആണ്. അപ്പോൾ നെറ്റ് പ്രൊസീഡ്സ് നമുക്കറിയാം. നെറ്റ് പ്രൊസീഡ്സ് എന്ന് വെച്ചാൽ അതിൻ്റെ എന്താണ് ഈ പറയുന്ന ഇഷ്യൂ പ്രൈസിന് നമ്മൾ എന്ത് ഫ്ലോട്ടേഷൻ കോസ്റ്റ് മൈനസ് ചെയ്യണം. ഇഷ്യൂ പ്രൈസിന് അതിപ്പോൾ പ്രീമിയം ആണെങ്കിൽ പ്രീമിയം ആഡ് ചെയ്യണം, ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ഡിസ്കൗണ്ട് ലെസ് ചെയ്തിട്ട് വേണം അത് ചെയ്യാനായിട്ട്. കഴിഞ്ഞാൽ ഡിബഞ്ചറിൻ്റെ അതേ നേച്ചർ തന്നെയാണ് പ്രിഫറൻസ് ഷെയറിന് ഓൾമോസ്റ്റ് വരുന്നത്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കുക, നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്. കോസ്റ്റ് ഓഫ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അത് KP ഈസ് ഈക്വൽ ടു എന്താണ് ഡിവിഡൻറ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ പ്ലസ് 1/n എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്, ഇൻറ്റു റിയലൈസബിൾ വാല്യൂ മൈനസ് നെറ്റ് പ്രൊസീഡ്സ് ഡിവൈഡഡ് ബൈ ഹാഫ് ഇൻറ്റു റിയലൈസബിൾ വാല്യൂ പ്ലസ് നെറ്റ് പ്രൊസീഡ്സ്. അത് കഴിഞ്ഞിട്ട് എല്ലാത്തിനും എന്താണ് 100 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണം. ഓക്കെ, അപ്പോൾ നേരത്തെ കണ്ട കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൻ്റെ ഇക്വേഷനായിട്ട് അത് പ്രത്യേകിച്ചും റിഡീമബിൾ ഡെപ്റ്റിൻ്റെ ഇക്വേഷനായിട്ട് സാമ്യമുള്ളൊരു ഇക്വേഷൻ തന്നെയാണ് അത്. അപ്പോൾ അത് രണ്ടും കൂടി ഒരുമിച്ച് വായിച്ച് പഠിക്കുന്നതായിരിക്കും നന്നാവുന്നത്. അപ്പോൾ ഇക്വേഷൻ ഇതാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ RV എന്ന് വെച്ചാൽ റിഡീമബിൾ വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലാണ്. പിന്നെ NP നമ്മൾ ഓൾറെഡി കണ്ടതാണ്, നെറ്റ് പ്രൊസീഡ്സ് ആണ്. DP എന്ന് വെച്ചാൽ എന്താണ് ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ടോ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു ചോദ്യത്തിലേക്ക് ഡയറക്റ്റായിട്ട് കടക്കുകയാണ്. ഇതിൽ ആദ്യം തന്നെ ഇറിഡീമബിൾ ആണെങ്കിൽ ഒരു ഇക്വേഷൻ ആദ്യം കൊടുത്തിട്ടുണ്ട്, ഇതാണ് വരുന്നത്. അത് നമ്മുടെ മറ്റേതിൽ ഡെപ്റ്റിലാണെങ്കിൽ I ഡിവൈഡ് ബൈ NP ഇൻറ്റു 100 ആണ്. ഇവിടെ ഡിവിഡൻ്റ് ആണ്. അതിൽ ഇൻട്രസ്റ്റ് ആണ്, ഇതിന് ഡിവിഡൻ്റ് എന്നാണ് പറയാം. ഇൻട്രസ്റ്റിൻ്റെ നേച്ചർ ആണെങ്കിലും ഇത് ഡിവിഡൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇവിടെ എ കമ്പനി ഇഷ്യൂ 20,000 5% പ്രിഫറൻസ് ഷെയർ ഓഫ് ₹100 ഈച്ച്. കോസ്റ്റ് ഓഫ് ഇഷ്യൂ ഈസ് ₹2. അപ്പോൾ ഇതിൻ്റെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് അവിടെ കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ അതിൻ്റെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് എത്രയാണ്? അത് 2 രൂപയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ്? കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇഫ് ദ ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് പാർ. പാറിന് ഇഷ്യൂ ചെയ്ത് എത്രയാണ്? പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ പ്രീമിയം വരുമ്പോൾ 10% പ്രീമിയം, പിന്നെ ഡിസ്കൗണ്ട് 5%. അപ്പോൾ നെറ്റ് പ്രൊസീഡ്സിനാണ് മാറ്റങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നോക്കുക, ആദ്യം ഇതിൻ്റെ നെറ്റ് പ്രൊസീഡ്സ് നിങ്ങൾ എഴുതി വെക്കുക. ആദ്യം ഇപ്പം നമുക്ക് വരുന്നത് ഇഷ്യൂ അറ്റ് പാർ ആണെങ്കിൽ, ഇഷ്യൂ അറ്റ് പാർ ആണെങ്കിൽ, ഒറ്റ മിനിറ്റ്, ഇഷ്യൂ അറ്റ് പാർ ആണെങ്കിൽ വരുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇതിൻ്റെ ആദ്യം നോക്കാനായിട്ടുള്ളത് ഷെയറിൻ്റെ വാല്യൂ നോക്കുക. വാല്യൂ ഓഫ് ഷെയർ, അതായത് പ്രിഫറൻസ് ഷെയർ, അത് എത്രയാണ്? 20,000 ഷെയർ ഉണ്ട്, ഒന്നിൻ്റെ വില 100 രൂപയാണ്. അപ്പോൾ 20,000 ഇൻറ്റു 100, അതെത്ര വന്നു? 20 ലക്ഷം വന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫ്ലോട്ടേഷൻ കോസ്റ്റ്, കോസ്റ്റ് ഓഫ് ഇഷ്യൂ അല്ലെങ്കിൽ ഇഷ്യൂ കോസ്റ്റ് അല്ലെങ്കിൽ ഫ്ലോട്ടേഷൻ കോസ്റ്റ്, ഇഷ്യൂ കോസ്റ്റ് അല്ലെങ്കിൽ എന്താണ്? ഫ്ലോട്ടേഷൻ കോസ്റ്റ്, അതായത് ആ ഷെയർ ഇറക്കാൻ വന്ന ചിലവാണ്. അത് ഒരു ഷെയറിന് 2 രൂപ വെച്ചിട്ടാണ്, ശതമാനം കണക്കല്ല കൊടുത്തത്. അപ്പോൾ 20,000 ഷെയർ ഉണ്ടാകുമ്പം ഒരു ഷെയറിന് എത്ര? 2 രൂപ എന്ന് വെച്ചാൽ 40,000 രൂപയാണ് അതിൻ്റെ ഫ്ലോട്ടേഷൻ കോസ്റ്റ്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഈ നെറ്റ് പ്രൊസീഡ്സ് എത്ര വരും? അതായത് ഈ ഇഷ്യൂ പ്രൈസ് അല്ലെങ്കിൽ അതിൻ്റെ നെറ്റ് പ്രൊസീഡ്സിൽ നിന്ന് എന്ത് കുറയ്ക്കുക? അതായത് ഈ പറഞ്ഞ 20 ലക്ഷത്തിൽ നിന്ന് 40,000 കുറയ്ക്കുക. അപ്പോൾ ഇവിടെ കിട്ടുന്നത് 19,60,000 രൂപ, അതായത് 19,60,000 രൂപയാണ് നെറ്റ് പ്രൊസീഡ്സ് ആയിട്ട് കിട്ടുന്നത്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് കുറച്ചിട്ട് വേണം നമ്മൾ നെറ്റ് പ്രൊസീഡ്സ് കാണാൻ. അതായത് ഷെയറിൻ്റെ വാല്യൂ, അതായത് ഇഷ്യൂ വാല്യൂ, അതിൽ നിന്ന് അതിൻ്റെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഓഫ് ഇഷ്യൂ അല്ലെങ്കിൽ ഫ്ലോട്ടേഷൻ കോസ്റ്റ് കുറച്ചാലാണ് നെറ്റ് പ്രൊസീഡ്സ് കിട്ടുക. ഇനിയിപ്പോൾ പ്രീമിയം ഉണ്ടെങ്കിൽ ആദ്യം പ്രീമിയം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ഡിസ്കൗണ്ട് ഇതിൽ നിന്നാണ് ലെസ് ചെയ്യണം. ഈ 40,000 മാറ്റം ഉണ്ടാവില്ല, അത് ഇതിൻ്റെ ഫേസ് വാല്യൂ ആയിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അത് പ്രീമിയം കൂട്ടിയിട്ടല്ല നിങ്ങൾ ഈ പെർസെൻറ്റേജ് കാണേണ്ടത്. കാര്യം ഓൾറെഡി 2 രൂപ ഒരു ഷെയറിന് വെച്ചിട്ടാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് വരുന്നത്. അപ്പോൾ 20,000 ഇൻറ്റു 2 എന്ന് ആദ്യമേ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താ വരുന്നത്? നമുക്ക് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലാണ്. അപ്പം KP ഈസ് ഈക്വൽ ടു, ഇവിടെ വരുന്നത് ഇർറിഡീമബിൾ ഡെപ്റ്റാണ്, റിഡീമബിൾ അല്ല. എന്താണ്? ഇതിന് കാലാവധി പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് എന്നാണ്, എത്ര വർഷത്തേക്കാണ് ഈ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തതെന്ന് പറഞ്ഞിട്ടില്ല. ഇർറിഡീമബിൾ എന്ന് വെച്ചാൽ കാലാന്തരത്തിൽ അത് പോകുന്നതാണ്. കമ്പനി എന്നാണ് അവസാനിക്കുന്നത് അത്രയും കാലം ആ പ്രിഫറൻസ് ഷെയറുകൾ എന്താണ്? ഷെയർ ഹോൾഡേഴ്സിന് കൈവശം വയ്ക്കാൻ സാധിക്കും. റിഡീമബിൾ ആവണ നേരത്തെ ഒരു കാലാവധിക്ക് ശേഷം എന്താണ്? അത് കമ്പനി തിരിച്ചു വാങ്ങും. അപ്പോൾ ഇത് ഇർറിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണ്? നമ്മളിതിന് മുൻപ് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇക്വേഷൻ എന്താണ്? കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ, ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഇത് റിഡീമബിൾ ആണ്. ഇതൊരു കാലാവധി പറയുമ്പോൾ എന്താണ്? അവിടെ എന്നിൻ്റെ ഒരു വാല്യൂ വരുന്നത്, അതായത് എത്ര നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് ഇത് കൈവശം വെക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ എത്ര നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് ഇത് കൈവശം വെക്കുന്നത് എന്നുള്ളത് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഇർറിഡീമബിൾ പ്രിഫറൻസ് ഷെയറിൻ്റെ ഇക്വേഷനാണ് ഇവിടെ കൊള്ളിക്കേണ്ടത്. അത് നോക്കണം, നിങ്ങൾ നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിക്കണം. അത് കാലാവധി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന നേരത്ത് ഇതിൻ്റെ ഡിവിഡൻഡ് എത്രയാണ്? ഡിവിഡൻഡിനെ കുറിച്ച് പറയുന്നത് 5% ഉണ്ട്. പ്രിഫറൻസ് ഷെയറിന് മുൻപിലായിട്ട് എന്ത് വരുന്നുണ്ട്? ഈ 5% എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അടുത്തതായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് എന്താണ്? ഇതിൻ്റെ ഡിവിഡൻഡ് എത്രയാണെന്നുള്ളതാണ്. പ്രിഫറൻസ് ഷെയറിൻ്റെ ഡിവിഡൻഡ്, പ്രിഫറൻസ് ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ ഫേസ് വാല്യൂ, അതായത് ഈ 20,000 ഇൻറ്റു 100, അതായത് 20 ലക്ഷം നമ്മൾ നേരത്തെ കണ്ടതാണ്. അതിൻ്റെ 5% കാണുക, 5/100. അപ്പോൾ 5/100 എന്ന് പറഞ്ഞാൽ 20,000 ഇൻറ്റു 5, അത് എത്ര വന്നു? അത് 1 ലക്ഷം. ഓക്കെ, 1 ലാക്കാണ് എന്ത്? പ്രിഫറൻസ് ഡിവിഡൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അത് കിട്ടി നമുക്ക് നെറ്റ് പ്രൊസീഡ്സും കിട്ടി. അപ്പോൾ ആദ്യത്തേത് സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. അറ്റ് പാർ എന്ന് വരുന്ന നേരത്തെ ഈ പ്രിഫറൻസ് ഡിവിഡൻറ്റ് ആദ്യം എന്ത് ചെയ്താൽ നിങ്ങൾ ഡിവിഡൻഡ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഡിവൈഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് ഇൻറ്റു 100 ആണ്. ഡിവിഡൻഡ് ഓഫ് പ്രിഫറൻസ് ഷെയർ എത്രയാണ്? അത് 1 ലക്ഷമാണ്. പിന്നെ നെറ്റ് പ്രൊസീഡ്സ് നമ്മൾ കണ്ടു, അത് 19,60,000 ആണ് ഇൻറ്റു 100. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സംഖ്യയാണ് എന്ത്? 5.1. ഓക്കെ, അപ്പോൾ ഇത് ഇർറിഡീമബിൾ പ്രിഫറൻസ് ഷെയറുകളുടെ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ആണ്. അപ്പോൾ ഒരു പ്രിഫറൻസ് ഷെയർ അത്രയും വാങ്ങിയാൽ നമ്മൾ 5.1% എന്ത് കൊടുക്കണം? അതിന് റിട്ടേൺ ആയിട്ട് കൊടുക്കണം എന്നുള്ളതാണ്.
ഇനി അടുത്തത് അറ്റ് പ്രീമിയം വന്നു കഴിഞ്ഞാൽ ഓക്കെ, പ്രീമിയം അത് 10% പ്രീമിയത്തിനാണ് കൊടുക്കുന്നത് എങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ പ്രീമിയത്തിൻ്റെ വാല്യൂ കാണുക. പ്രീമിയം അതായത് നമുക്കറിയാം ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ടാണല്ലോ ഇതിൻ്റെ ഫേസ് വാല്യൂ വരുന്നത്. 20 ലക്ഷം. 20 ലക്ഷത്തിൻ്റെ 10% എത്ര വന്നു? അത് 2 ലക്ഷം വന്നു. അപ്പോൾ ഇനി നെറ്റ് പ്രൊസീഡ്സ് നിങ്ങൾ കാണുമ്പോൾ നമ്മൾ കഴിഞ്ഞ കണക്കിൽ നമ്മൾ ഡെപ്റ്റിൻ്റെ കോസ്റ്റ് കാണുന്ന നേരത്ത് കണ്ടതാണ്. അപ്പോൾ 20 ലക്ഷത്തിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യുക? ഈ 2 ലക്ഷം ആഡ് ചെയ്യുക. അതിൽ നിന്ന് ഫ്ലോട്ടേഷൻ കോസ്റ്റ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതാണ് 40,000 രൂപ ഇഷ്യൂ കോസ്റ്റ്, അത് മൈനസ് ചെയ്യുക. അപ്പോൾ 22 ലക്ഷത്തിൽ നിന്ന് 40,000 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? അത് 21,60,000 കിട്ടും. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 22 ലക്ഷം അല്ലേ, അതിൽ നിന്ന് 40,000 മൈനസ് ചെയ്താൽ 21,60,000 കിട്ടി. അതാണ് നെറ്റ് പ്രൊസീഡ്സ്. പിന്നെ നമ്മുടെ പ്രിഫറൻസ് ഡിവിഡൻറ്റിന് ഒരു മാറ്റമല്ല. അപ്പോൾ ഇനി നമുക്ക് ഈ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ഇസ് ഈക്വൽ ടു ഡിവിഡൻഡ് ഓഫ് പ്രിഫറൻസ് ഷെയർ ഡിവൈഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ ഡിവിഡൻഡ് ഓഫ് പ്രിഫറൻസ് ഷെയർ ഇപ്പോൾ എത്രയാണ്? അത് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതാണ് 1 lakh ആണ്. ഡിവൈഡഡ് ബൈ 21,60,000 നമ്മൾ പുതിയ നെറ്റ് പ്രൊസീഡ്സ് പ്രീമിയം ആയി വരുമ്പോൾ ഇൻറ്റു എന്താണ്? 100. അങ്ങനെ ചെയ്യുന്ന നേരത്തെ കിട്ടുന്നതാണ് എന്ത്? 4.63. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ വരുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് വരുന്നത് അറ്റ് ഡിസ്കൗണ്ട് ആണ്. അതായത് ഈ പറഞ്ഞ പ്രിഫറൻസ് ഷെയർ ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ അവിടെ നമ്മൾ ആദ്യം ഡിസ്കൗണ്ടിൻ്റെ വാല്യൂ കാണണം. അപ്പോൾ ഡിസ്കൗണ്ടിൻ്റെ വാല്യൂ നമുക്ക് ആദ്യം രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിൻ്റെ ഫേസ് വാല്യൂ എത്ര വരുന്നത്? 20,000 ഇൻറ്റു 100, അത് 20 ലക്ഷം. ഓക്കെ, ഈ 20 ലക്ഷത്തിൻ്റെ എന്ത് കാണുക? ഇതിൻ്റെ ഡിസ്കൗണ്ട് കാണുന്നുണ്ടെങ്കിൽ 20 ലക്ഷത്തിൻ്റെ 5% കാണുക. അപ്പോൾ അത് 20 ലക്ഷത്തിൻ്റെ 5% എന്ന് വെച്ചാൽ എത്രയാണ്? അത് വരുന്നതും 1 ലക്ഷമാണ്. 1 ലക്ഷമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ NP അതായത് നെറ്റ് പ്രൊസീഡ്സ് കാണുന്ന നേരത്ത് ഫേസ് വാല്യൂ എത്രയാണ്? അത് 20 ലക്ഷമാണ്. 20 ലക്ഷത്തിൽ നിന്ന് അതിൻ്റെ 5% എന്ന് വെച്ചാൽ അത് 1 ലക്ഷം മൈനസ് ചെയ്യുക. അതിൽ നിന്ന് വീണ്ടും 40,000 മൈനസ് ചെയ്യുക. അപ്പോൾ 20 ലക്ഷത്തിൽ നിന്ന് 1,40,000 മൈനസ് ചെയ്യുക. ഇത് രണ്ടും കൂടി കൂട്ടി മൈനസ് ചെയ്താലും മതി, അല്ലെങ്കിൽ ഓരോന്നായിട്ട് മൈനസ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ 18,60,000 രൂപയാണ് പുതിയ നെറ്റ് പ്രൊസീഡ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, മുകളിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? നമ്മുടെ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. താഴെ എന്ത് കൊടുത്തിട്ടുണ്ട്? നമ്മുടെ നെറ്റ് പ്രൊസീഡ് കൊടുത്തിട്ടുണ്ട് ഇൻറ്റു 100. അപ്പോൾ 5.38. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ഏറ്റവും കൂടുതൽ എപ്പോഴാണ് വരുന്നത്? നമ്മൾ ഈ പറയുന്ന മാതിരി ഡിസ്കൗണ്ടിന് ഇത് കൊടുക്കുമ്പോഴാണ്. അപ്പോഴാണ് ഇൻവെസ്റ്റർക്ക് കൂടുതൽ എന്ത് കിട്ടുന്നത്? റിട്ടേൺ കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ഏറ്റവും ലാഭം കിട്ടുന്നത് എവിടെയാണ്? അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കുറവ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ എവിടെയാണ് വരുന്നത്? അത് പ്രീമിയത്തിന് നമ്മൾ എടുക്കുമ്പോഴാണ്. പ്രീമിയത്തിന് പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോഴാണ് അത് 4.63. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊരു മീഡിയം വരുന്നത് എന്താണ്? നമ്മൾ അറ്റ് പാറിനത് ഇഷ്യൂ ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇർറിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള എന്ത് കണക്ക് എന്ന് വെച്ചാൽ. അപ്പോൾ അതിൽ ഇവിടെ താഴെ ചെറിയൊരു നോട്ടായിട്ട് കൊടുത്തതൊന്ന് ശ്രദ്ധിക്കുക. ഡിവിഡൻഡ് ഈസ് കാൽക്കുലേറ്റഡ് അറ്റ് 5% ഓൺ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വിച്ച് ഈസ് ഈക്വൽ ടു 5%. അത് നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. ഇങ്ങനെ കൊടുക്കും. അതൊക്കെ ശ്രദ്ധിക്കണം നിങ്ങൾ. അതിന് ഡിവിഡൻഡ് കിട്ടണമെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഈ ചോദ്യം ഒന്ന് നോക്കുക. എക്സാമ്പിൾ 4 എ കമ്പനി ഇഷ്യൂഡ് 1,007%. അപ്പോൾ അതിൻ്റെ ഡിവിഡൻഡ് ഫോർ പ്രിഫറൻസ് ഷെയർ 7%. അപ്പോൾ 7% ഫേസ് വാല്യൂ എത്രയാണ്? 1000 പ്രിഫറൻസ് ഷെയറുകൾ, ഒന്നിൻ്റെ വില 100. അപ്പോൾ ഇവിടെ 1000 ഇൻറ്റു 100, അപ്പോൾ 1 ലക്ഷമാണ്. അതിൻ്റെ 7%, അതായത് 1 ലക്ഷം ഇൻറ്റു 7/100. അപ്പോൾ 1 ലക്ഷത്തിൻ്റെ 7% എന്ന് വെച്ചാൽ എത്രയാണ്? അത് 7,000 അപ്പോൾ ഡിവിഡൻഡ് വരുന്നത് നിങ്ങൾ എഴുതി വെക്കുക. DP ഈസ് ഈക്വൽ ടു ഡിവിഡൻഡ് ഓഫ് പ്രിഫറൻസ് ഷെയർ ഈസ് ഈക്വൽ ടു 7,000. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ ചെറ്റ പ്രീമിയം ഓഫ് ₹10%. അപ്പോൾ ഇവിടെ ഈ പ്രിഫറൻസ് ഷെയർ പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രീമിയം എത്ര വരും? പ്രീമിയം ഇസ് ഈക്വൽ ടു 1 ലക്ഷം അല്ലേ ഫേസ് വാല്യൂ. അപ്പോൾ 1 ലക്ഷം ഇൻറ്റു എത്ര? 10%. അത് 10,000 രൂപയാണ് എന്ത് വരുന്നത്? അതിൻ്റെ പ്രീമിയം വരുന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ റിഡീമബിൾ. അപ്പോൾ 5 കൊല്ലം കഴിഞ്ഞാൽ അത് റിഡീമബിൾ ആണ്. അപ്പോൾ റിഡീമബിൾ പ്രിഫറൻസ് ഷെയറിൻ്റെ ഇക്വേഷൻ എഴുതേണ്ടത്. അപ്പോൾ ഇതിൽ N എത്രയാണ്? 5 ഓക്കെ, നമ്മളോട് പറഞ്ഞത് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ കാണാനാണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇഷ്യൂ കോസ്റ്റ് അല്ലെങ്കിൽ ഫ്ലോട്ടേഷൻ കോസ്റ്റ് കൊടുത്തിട്ടില്ല ക്വസ്റ്റ്യനിൽ.
കോസ്റ്റ് ഓഫ് ഇഷ്യൂ അല്ലെങ്കിൽ ഫ്ലോട്ടേഷൻ കോസ്റ്റ് അത് ശതമാന കണക്കിനോ ഒരു സംഖ്യയായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രിഫറൻസ് ഷെയറിന് ഇത്ര സംഖ്യ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അത് അവഗണിക്കുക, അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇനി നമുക്കൊന്നുകൂടി കാണാനുള്ളൂ നെറ്റ് പ്രൊസീഡ്സ്. നെറ്റ് പ്രൊസീഡ്സ് എത്രയാണ് വരുന്നത്? അപ്പോൾ നെറ്റ് പ്രൊസീഡ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫേസ് വാല്യൂ എത്രയാണ്? 1 ലക്ഷമാണ് അല്ലേ? ഫേസ് വാല്യൂ 1 ലക്ഷമാണ്. അപ്പോൾ 1 ലക്ഷം എന്നുള്ളത് എഴുതുക, അതിന് എന്ത് ആഡ് ചെയ്യുക? നമ്മൾ പ്രീമിയം ആഡ് ചെയ്യുക. പ്രീമിയം നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എത്രയാണ്? 10,000 രൂപയാണ് പ്രീമിയം. അപ്പോൾ 1,10,000 പ്രീമിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നെറ്റ് പ്രൊസീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ, ഇവിടെ ടാക്സിനെ കുറിച്ച് പറയാത്തത് കൊണ്ട് എന്താണ് നമ്മളത് നോക്കേണ്ട കാര്യമില്ല. അധികം ടാക്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പ്രിഫറൻസ് ഷെയറിൽ അധികം പറയാറില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇതാണ് ഇക്വേഷൻ വരുന്നത്, നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ അതിൽ റിഡീമബിൾ പ്രിഫറൻസ് ഷെയറിൻ്റെ ഇക്വേഷൻ ഇതാണ്, ഇതിന് ടാക്സിനെ കുറിച്ചിട്ട് പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ഒന്നും കൂടി വരാം. എക്സാമ്പിൾ 4. അപ്പോൾ എക്സാമ്പിൾ 4 നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻ ഇതാണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ആദ്യം ഡി പി പ്ലസ് 1/n. അപ്പോൾ n ഇവിടെ എത്രയാണ്? n = 5. നമ്മൾ നേരത്തെ എഴുതിയതാണ്. റിയലൈസബിൾ വാല്യൂ എന്താണോ അതിൻ്റെ ഫേസ് വാല്യൂ. റിയലൈസബിൾ വാല്യൂവിനെ കുറിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഫേസ് വാല്യൂ വിൽ ബി എന്ത്? റിയലൈസബിൾ വാല്യൂ. എത്ര പ്രിഫറൻസ് ഷെയർ ആണുള്ളത്, എത്ര അതിൻ്റെ യഥാർത്ഥ വില എത്രയാണ്, അതാണ് അതിൻ്റെ ഫേസ് വാല്യൂ. അപ്പോൾ റിയലൈസബിൾ വാല്യൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇത്ര വിലയ്ക്ക് അത് റിഡീം ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ, എന്താണോ ഫേസ് വാല്യൂ അത് തന്നെ റിയലൈസബിൾ വാല്യൂ ആയിട്ട് പരിഗണിക്കാം. ചില ക്വസ്റ്റ്യൻസിൽ റിയലൈസബിൾ വാല്യൂ അല്ലെങ്കിൽ അത് റിഡംഷൻ വാല്യൂ അല്ലെങ്കിൽ റിഡീം ചെയ്യുമ്പോൾ ഇത്ര വില കിട്ടുമെന്ന് പറയുകയാണെങ്കിൽ, റിഡീം ചെയ്യുമ്പോൾ എന്താണ് അതിന് പ്രീമിയം കിട്ടുന്നോ ഡിസ്കൗണ്ട് കിട്ടുന്നോ പറയുകയാണെങ്കിൽ മാത്രം ആ ഡിസ്കൗണ്ടോ പ്രീമിയമോ പരിഗണിച്ചിട്ട് റിയലൈസബിൾ വാല്യൂ കാണാം. അല്ലെങ്കിൽ എന്താണോ അതിൻ്റെ ഫേസ് വാല്യൂ, 1 ലക്ഷമാണ് അതിൻ്റെ റിയലൈസബിൾ വാല്യൂ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഇക്വേഷനിലേക്ക് ഓരോന്ന് കൊടുക്കുക. അപ്പോൾ ഡിവിഡൻഡ് പ്രിഫറൻസ് ഷെയറിന് ഡിവിഡൻഡ് 7,000 നമ്മൾ കമ്പ്യൂട്ട് ചെയ്താണ്. 1/n 1/5 ആണ്, കാര്യം n 5 ആണ്. പിന്നെ RV എത്രയാണ് വരുന്നത്? 1 ലക്ഷമാണ്. എന്താണോ ഫേസ് വാല്യൂ അത് തന്നെയാണ് എന്ത് RV ആയിട്ട് വരുന്നത്. നെറ്റ് പ്രൊസീഡ് എത്രയാണ്? 1,10,000 ആണ്, നമ്മൾ കണ്ടതാണ്. അതിൻ്റെ കൂടെ പ്രീമിയം ആഡ് ചെയ്തു. താഴെ ഹാഫ് ബൈ എന്താണ്? 1 lakh പ്ലസ് 1,10,000 × 100. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? 7,000 കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 1 ലക്ഷത്തിൽ നിന്ന് 1,10,000 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടി? -10,000 കിട്ടി. -10,000 എന്ത് ചെയ്യുക? 1/5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ -2,000. അപ്പോൾ എന്നിട്ട് 7. അപ്പോൾ 7,000 ആദ്യമായിട്ടൊന്നും ആഡ് ചെയ്യരുത്, 7,000 അവിടെ വെക്കണം. ആദ്യം ബ്രാക്കറ്റിനുള്ളിൽ ചെയ്യുക, എന്നിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. ബ്രാക്കറ്റിനുള്ളിൽ ചെയ്ത് കഴിഞ്ഞാൽ -10,000 കിട്ടും. -10,000 × 1/5 അത് -2,000 കിട്ടും. എന്നിട്ട് വേണം 7,000 - 2,000 ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും കൂടി കൂട്ടുക. അപ്പോൾ 2,10,000 കിട്ടും. അതിനെ പകുതിയാക്കുക, 1,05,000. എന്നിട്ട് ഇത് മൈനസ് ചെയ്യുക. അപ്പോൾ 5,000 ഡിവൈഡ് ബൈ 1,05,000. 5,000 ഡിവൈഡഡ് ബൈ 1,05,000 × 100. അത് 4.76% ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു കണക്കിൽ വരുന്നത്. ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കാം. അപ്പോൾ അഞ്ചാമത്തെ ചോദ്യത്തിലും പറയുന്നത് എ കമ്പനി ഇഷ്യൂ 10% പ്രിഫറൻസ് ഷെയർ ഓഫ് ₹100 ഈച്ച്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ആദ്യം അതിൻ്റെ ഫേസ് വാല്യൂ കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഫേസ് വാല്യൂ എത്രയാണ് വരുന്നത്? 10,000 × 100 യഥാർത്ഥ വില. അപ്പോൾ അത് 1 ലക്ഷം. ഓക്കെ, എത്ര നമ്പർ ഓഫ് പ്രിഫറൻസ് ഷെയർ ആണോ അതിൻ്റെ വില എന്താണെന്നുള്ളത് ആദ്യം കൊടുക്കുമല്ലോ. എന്നിട്ട് പറയുന്നു അതിന് 5% പ്രീമിയത്തിനാണ്. അപ്പോൾ പ്രീമിയത്തിനൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. പ്രീമിയം ഈ ഫേസ് വാല്യൂവിൻ്റെ, അതായത് 1 ലക്ഷത്തിൻ്റെ എത്രയാണ്? 5% അപ്പോൾ അത് വരുന്നത് എത്രയാണ്? 5,000 ആണ്. ഇനി കോസ്റ്റ് ഓഫ് ഇഷ്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലിവിടെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അല്ലെങ്കിൽ ഒരു ഷെയറിന് 2 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ 10,000 × 2. അപ്പോൾ ഇഷ്യൂ കോസ്റ്റ് അല്ലെങ്കിൽ ഈ ഫ്ലോട്ടേഷൻ കോസ്റ്റ് 10,000 × 2 അത് 20,000 ആണ് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 10 കൊല്ലത്തെ, അപ്പോൾ n കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആണ്, 10 വർഷമാണ്. അപ്പോൾ നമ്മുടെ ഇറിഡീമബിൾ പ്രിഫറൻസ് ഷെയർ മാതിരി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതല്ല. രണ്ടാമത്തെ ഇക്വേഷൻ, അതായത് റിഡീമബിൾ പ്രിഫറൻസ് ഷെയറിൻ്റെ ഇക്വേഷനാണ് ഇവിടെ കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത് വരുമ്പോൾ നമ്മൾ എന്താണ് ആ റിഡീമബിൾ പ്രിഫറൻസ് ഷെയറിൻ്റെ ഇക്വേഷൻ കൊടുക്കുക, എന്നിട്ട് ഓരോന്ന് ഏറ്റ് ചെയ്താൽ നമുക്ക് നെറ്റ് പ്രൊസീഡ്സും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ നെറ്റ് പ്രൊസീഡ്സ് എത്ര വരിക? ആദ്യം ഈ ഫേസ് വാല്യൂ എഴുതുക. അപ്പോൾ എന്താണ് അത് വരുന്നത്? 1 ലക്ഷം. അതിൻ്റെ കൂടെ അതിൽ പ്രീമിയം ഉണ്ടല്ലോ, 5,000 പ്രീമിയം വരുന്നുണ്ട്. ആ 5,000 അതിലേക്ക് ആഡ് ചെയ്യുക.
ഈ ഇഷ്യൂ കോസ്റ്റ് അതിൽ നിന്ന് മൈനസ് ചെയ്യാം, 20,000 അതിൽ നിന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ അതാണ് നെറ്റ് പ്രൊസീഡ് എൻ പി. ഓക്കെ, എൻ പി വരുന്നത്. പിന്നെ ഡിവിഡൻഡ് എത്ര വരുന്നുണ്ട്? ഡിവിഡൻഡ് ഇവിടെ കൊടുത്തത് 10% അല്ലേ? അപ്പോൾ ഫേസ് വാല്യൂ എത്രയാണ്? 1,00,000. അപ്പോൾ 1,00,000ൻ്റെ എന്ത് 10% കൊടുക്കുക. അപ്പോൾ ഇവിടെ 10,000 രൂപയാണ് എന്ത് ഡിവിഡൻഡ് ആയിട്ടും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരുന്നത്? ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ റിയലൈസബിൾ വാല്യൂ ആയിട്ട് ഓക്കെ അത് ചെറിയൊരു ഡിഫറൻസ് ഇവിടെ വരുന്നത്. നമ്മൾ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉള്ളത്. ഇവിടെ ഒന്നുകൂടി നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഇവിടെ പ്രീമിയം നമുക്ക് എന്താണ് പ്രീമിയം വരുന്നത്? ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇഷ്യൂ ചെയ്യുമ്പോഴല്ല പ്രീമിയം, റിഡീമബിൾ ആഫ്റ്റർ 10 years അറ്റ് പ്രീമിയം. ചോദ്യം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വായിക്കണം. അതായത് എ കമ്പനി ഇഷ്യൂഡ് 10,000 10% പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹100 ഈച്ച് റിഡീമബിൾ ആഫ്റ്റർ 10 years അറ്റ് എ പ്രീമിയം. അപ്പോൾ റിഡീം ചെയ്യുന്ന നേരത്താണ് 5% പ്രീമിയം കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് ആദ്യം അത് നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടുമ്പോൾ അതിൻ്റെ ഫേസ് വാല്യൂ അതിൽ നിന്ന് എന്ത് കുറയും? ഈ പറയുന്ന കോസ്റ്റ് ഓഫ് ഇഷ്യൂ കുറയും. ഫേസ് വാല്യൂ ഒന്ന് 20,000 കുറയും. അപ്പോൾ നെറ്റ് പ്രൊസീഡ് വരുന്നത് എത്രയാണ്? അത് ഇതിപ്പം 10,000 × 100 അല്ലേ? അപ്പോൾ 10,00,000 വരുന്നത് കേട്ടോ. 10,00,000 20,000 കുറഞ്ഞാൽ 9,80,000 രൂപയാണ് നെറ്റ് പ്രൊസീഡ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ കുറച്ചും കൂടി നോക്കാണ്ട് ഈ പ്രീമിയം ഓൺ റിഡംഷൻ ആണ്. അപ്പോൾ പ്രീമിയം ഓൺ റിഡംഷൻ എന്ന് വെച്ചാൽ ഇത് റിഡീം ചെയ്യല്ലോ, റിഡീമബിൾ വാല്യൂ. അപ്പോൾ റിഡീമബിൾ വാല്യൂ എന്ന് വെച്ചാൽ ഈ 10,00,000ൻ്റെ കൂടെ അതിൻ്റെ എന്തും കൂടി കൂട്ടണം, 5% കൂടി എന്ത് കൂട്ടണം. 10,00,000ൻ്റെ 5% എത്രയാണ്? 1,00,000ൻ്റെ 5% 5,000 ആണ്. 10,00,000ൻ്റെ 50,000 ആണ്. അപ്പോൾ 10,50,000 രൂപയാണ് എന്ത് റിഡീമബിൾ വാല്യൂ. ഫേസ് വാല്യൂ വരുന്നത് 10,00,000 ആണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇഷ്യൂ കോസ്റ്റ് 10,000 × 2 അത് നമുക്കറിയാം, 20,000 നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡിവിഡൻഡ് വരുന്നത് 10,00,000ൻ്റെ, അതായത് ഫേസ് വാല്യൂ 10 ആണ്. നമ്മൾ നേരത്തെ 1,00,000 ആയിരുന്നു. 10,00,000ൻ്റെ 10%. അപ്പോൾ അത് 1,00,000 വരുന്നത്. ഓക്കെ, പിന്നെ N വരുന്നത് എത്രയാണ്? N = 10 years ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത് റിഡീമബിൾ വാല്യൂ ഇപ്പോൾ പറയുന്നുണ്ട് പ്രത്യേകമായിട്ട്. അല്ലെങ്കിൽ ഇതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം എന്ന് പറയുകയാണെങ്കിൽ എന്താണ് അത് നമ്മുടെ നെറ്റ് പ്രൊസീഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ നെറ്റ് പ്രൊസീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന നേരത്ത് ഫേസ് വാല്യൂ പ്ലസ് പ്രീമിയം മൈനസ് ഇഷ്യൂ കോസ്റ്റ് ഉണ്ടെങ്കിൽ ഇവിടെ പക്ഷെ പറഞ്ഞിരിക്കുന്നത് റിഡീമബിൾ ആഫ്റ്റർ 10 years, റിഡംഷൻ്റെ പ്രീമിയം ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. റിഡീമബിൾ പ്രീമിയം ആണ്. അപ്പോൾ റിയലൈസബിൾ വാല്യൂ അല്ലെങ്കിൽ റിഡീമബിൾ വാല്യൂ എന്താണ്? അതിലേക്ക് ഒരു 50,000 ആഡ് ആവുക ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ പറയുന്ന കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ = ഡിവിഡൻഡ് ഓഫ് പ്രിഫറൻസ് ഷെയർ പ്ലസ് 1/n × RV മൈനസ് NP. ഇപ്പോൾ RV എത്രയാണ് നമ്മൾ നേരത്തെ കിട്ടിയത്? 10,50,000. NP എത്രയാണ്? അത് 10,00,000 നിന്ന് എന്ത് കുറയുന്നു? നമ്മുടെ ഇഷ്യൂ കോസ്റ്റ് കുറയുന്നു. പിന്നെ അത് അപ്പോൾ 9,80,000. പിന്നെ N എത്രയാണ് വരുന്നത്? N 10 വരുന്നത്. ഡിവിഡൻഡ് 1,00,000 വരുന്നത്. അപ്പോൾ അത് അങ്ങനെ ചെയ്യുക. അപ്പോൾ ആദ്യം ഇത് മൈനസ് ചെയ്യുക, ഇതിനെ 1/10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് ഇത് ആഡ് ചെയ്യുക, ഇതിനെ പകുതിയാക്കുക. അപ്പോൾ ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? ഏകദേശം ഒരു നമുക്ക് ഒരു 70,000 രൂപ വരും. അപ്പോൾ 70,000 1/10 ആക്കിയാൽ 7,000 വരും. 1,00,000 7,000 കൂട്ടുക, 1,07,000. ഇവിടെ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഹാഫ് ആക്കി കഴിഞ്ഞാൽ 10,15,000 കിട്ടും. ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം 10.54. ആദ്യത്തെ ഡിവൈഡ് ചെയ്യട്ടോ നിങ്ങൾ, അല്ലെങ്കിൽ ആദ്യം ഇതിനെ രണ്ടും കൂടി എന്താണ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എല്ലാന്നുണ്ടെങ്കിൽ ഇതും 100 കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1,00,000 അല്ല 2 0 കൂടി വരും. അതിനെന്ത് ചെയ്യുക? 10,15,000 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 10.54. ഇതാണ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ. ഓക്കെ, അപ്പോൾ ഒരു ഇക്വേഷൻ ഉണ്ടായില്ല, നിങ്ങൾ ഓരോന്ന് കണ്ടെത്തിയാൽ മതി. അപ്പോൾ റിയലൈസബിൾ വാല്യൂ പറഞ്ഞില്ല, ഒന്നും തന്നിട്ടില്ലെങ്കിൽ റിഡംഷൻ അറ്റ് പ്രീമിയം എന്നോ റിഡംഷൻ അറ്റ് ഡിസ്കൗണ്ട് എന്നൊക്കെ തരും. അപ്പോൾ നമ്മൾ നേരത്തെ പ്രീമിയം ആയതുകൊണ്ടാണ് ആ പറഞ്ഞ പ്രീമിയം ആഡ് ചെയ്തത്. ഡിസ്കൗണ്ട് ആണെങ്കിൽ എന്ത് ചെയ്യണം? റിഡീമബിൾ വാല്യൂ എന്നാൽ ഡിസ്കൗണ്ട് മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ
ഇവിടെ നിങ്ങളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രീമിയത്തിന് പകരം റിഡീമബിൾ അറ്റ് എന്താണ് ഡിസ്കൗണ്ട് എന്ന് തരികയാണെങ്കിൽ 5% ഡിസ്കൗണ്ട് എന്ന് തരികയാണെങ്കിൽ എന്ത് വരും? നമ്മൾ ആ വാല്യൂ ഒന്ന് മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് പിന്നെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.